ഗ്യാങ് ഡ്രസ് അല്ലാതെ ഇവന്മാരൊക്കെ അത് കാണാൻ പറ്റും. സരക്ക് വന്നായിരുന്നോ? സരക്കേ ഹലോ. ഓക്കെ ഞാൻ വെളിയിലുണ്ട്, ഞാൻ വെളിയില. കല്യാണോട് അടുത്ത ആഴ്ച ഗൾഫിൽ തന്നേ ഉള്ളൂ. ചേരുന്നുണ്ട് കേട്ടോ. ഞാൻ കാര്യം നമുക്ക് ബാക്കി എല്ലാമാരും ഫങ്കി ആൻഡ് സ്റ്റൈലിഷ് ആയിട്ടൊക്കെ നടക്കണം, നമുക്ക് ഇതുപോലെ നടക്കണം കേട്ടാ. ഞാൻ പുതിയ പാട്ടൊക്കെ പാടി വരും. വന്നിടുമോ ഗൾഫിൽ നിന്ന് വരുന്ന ഇതാണ് എന്റെ ഡ്രസ്സിന്റെ തീം. ഇതാണ് ഗൾഫിൽ നിന്ന് വരുന്ന പ്രവാസി കല്യാണത്തിന് വന്ന. ടൈഗർ മാമൻ മറ്റേ പാൽമുട്ടായി ഉണ്ടോ? പാൽമിഠായി ഉണ്ട്, പാൽമിഠായി ഉണ്ട്. ടൈഗർ മാമെല്ലാം കൊണ്ടുപോയി. ബാബു 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 മാമ പറയടാ. പറഞ്ഞമള്ളി നീ എന്ത് ഈ വയസ്സെത്തി? മള്ളി നമ്മള് ഗ്യാങ്ങാണെന്ന് അറിയാതിരിക്കാൻ വേണ്ടിട്ട് എല്ലാരും പിടിച്ചടി ഇട്ടിരിക്കുന്നത്. എന്നെ മള്ളി റേഡിയോയിൽ സംസാരിച്ച റേഡിയോയില്. ഹലോ, ഞാൻ മാമനല്ല, ബാബു തന്നെ. ബാബുമായിട്ടാണോ വന്നേക്കുന്നത്? ഒറ്റയ്ക്ക് പറയാം, എല്ലാരും സരക്കിന് ഒരു കാര്യം ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ബാക്കിലുണ്ടേ. വില്ലന്താസ് വന്നോ? വില്ലന്താസ് വന്നോ? വില്ലന്താസ്, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ അങ്ങോട്ട് വണ്ടി എടുത്തോണ്ട് പോയപ്പോ നിങ്ങളാണോ വണ്ടിയുടെ ഫ്രണ്ടിൽ വന്ന് ചാടിയേ? അത് ഞാനല്ല. ആ കാര്യമായി, ഞാൻ നല്ല പച്ച തെറി വിളിച്ചിട്ടാ പോയത് കേട്ടാ. കാര്യമായി നിങ്ങളല്ലാത്തത്. നിങ്ങളെ വല്ലപ്പോഴും ഒന്ന് കാണാൻ കിട്ടുമല്ലോ, അത് തന്നെ വലിയ കാര്യം. ഞാൻ എന്നും ഇവിടെ വരുന്നുണ്ട്. എന്നും എന്നും ഓക്കെ 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 ഓക്കെ. എവിടെ ഉണ്ട് ഇപ്പൊ? എവിടെ ഉണ്ട്? ഗ്യാങ്സിന്റെ ബാക്കിലോട്ടൊന്ന് വന്നേ. മാർക്കിലോ ഗ്യാങ്ങറോളൊക്കെ ഉണ്ടോ മാർക്ക് കാണാൻ വേണ്ടി? എന്നും നിങ്ങളുടെ മുടിയൊക്കെ കാണുമായിരിക്കും എന്തോ ഓർമ്മ വരുന്നറിയോ? പണ്ട് ജയിലിൽ കിടന്നപ്പോ നമ്മൾ ഒരുമിച്ച് ജയിലിൽ കിടന്നപ്പോ SI നിങ്ങളുടെ മുടിക്ക് പിടിച്ച് കുത്തി വെച്ച് ഇടിക്കൂലേ എന്നും വൈകിട്ട്? എന്നെ പിടിച്ച് ഇടിച്ചതാ മറ്റേ ഓർമ്മ. ഇത് നീ വരച്ചിട്ടുണ്ടാവില്ല. ഗൾഫിൽ നിന്നുണ്ടെന്ന സാധനമാണ് മാൽബറം. നീയൊക്കെ ഇവിടെ വിൽസ് വലിച്ച് കിടന്നു. എന്തേലും പുതിയ സാധനമുണ്ട്, പറഞ്ഞു എടുക്കട്ടെ. ഉണ്ട് പുതിയ സാധനം. രണ്ട് പാക്കറ്റ് വെച്ച് നിരക്കി കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. എനിക്കൊരു സ്പ്രേ വേണം, എനിക്കൊരു സ്പ്രേ. അതൊക്കെ അമ്മമാർക്ക് അടിച്ച സ്പ്രേ സോപ്പ് കൊണ്ടുവന്ന നിനക്കത് ഇവിടെ തരാം. ദേഹത്തടിക്കുന്ന സ്പ്രേ. വേറൊരു സ്പ്രേ ഉണ്ട്. വില്ലന് കൊടുത്താൽ വില്ലന്താസിന് കൊടുത്താൽ. വില്ലന്താസിന് ഞാൻ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഹാർഡ് റോക്ക്. അതെന്തുവാ സാധനം? കല്ല് പോലെ നിൽക്കാൻ. ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? വില്ലത്തിന്റെ ആവശ്യങ്ങളൊക്കെ എനിക്ക് അറിഞ്ഞൂടെ? അയ്യോ, അത് സ്പ്രേ അല്ല, അത് വേറെ സാധനമാണ്. അത് കല്ല് പോലെ നിൽക്കാനുള്ള സാധനം ബാബു. കല്ല് പോലെ ഇതിനൊക്കെ ബിരുദം എടുത്ത് ഈ ടിവിയിലുള്ള എല്ലാരെ കുറിച്ച് ഒരു ബിരുദം എടുത്ത് ഞാൻ എന്നിട്ടാണ് വന്നത്. ഗൾഫിൽ നിന്ന് വരുമ്പോ ആകെ ഓർമ്മ നിങ്ങളെയൊക്കെ കുറിച്ചായിരുന്നു. എന്ത് ചെയ്യാൻ? ആണല്ലേ? ഇപ്പോഴും ഈ പോക്കറ്റ് കേട്ട് നോക്കിയാൽ ഫോട്ടോ കാണാം. സോറി, വില്ലൻ ദാസ് മാറിപ്പോയി.
പ്രോപ്പർ പ്രവാസി പോക്കറ്റിട്ട് കൊടുക്കുന്നേ. കാലം മാറിയപ്പോഴത്തേക്ക് പേരൊക്കെ മറന്നു ഇത് ചെയ്യാൻ. അവര് ടൈഗർ ബാബു ഉണ്ടോ? ടോൺ ഉണ്ടല്ലോ മള്ളി, ഒരു പ്രവാസിയുടെ ജാര ടോൺ. ടൈഗർ ബാമില്ല തുർക്കി ജാമുണ്ട് രണ്ടെണ്ണം കൊടുക്കുക. ഇനി ഇത്ര പറ. മള്ളി, എന്താണ്? മള്ളി, ഇതിനൊക്കെ അതെന്തൊരു രണ്ടു സാധനം? എന്താണ് വേണ്ട? ഇന്നലെ ഈ കണ്ടാ സ്വർഗ്ഗത്തിന് തുർക്കി താഴെ എടാ, തുർക്കി ജാം ഭൂമിക്ക് താഴെയുള്ളത്. ഛെ, ഇല്ല, ഈ ആകാശത്തിന് ഞാൻ ഞാനൊന്ന് ബ്രെഡ് പറയട്ടെ, ഇല്ല, ഞാനൊന്ന് പറയട്ടെ. ആ. ഇനി നിങ്ങൾ രണ്ടുപേരും പറ. ഈ ആകാശത്തിന് താഴെയുള്ള എന്തും നിങ്ങൾ ചോദിക്കുന്നത് ഞാനിപ്പോ കൊണ്ടുവരാം. കണ്ണപ്പച്ചൻ. പഴയ തിരക്കടാര്. പിടിച്ച് രണ്ട് പൊട്ടിക്കണ കണ്ണാപ്പിയുടെ അച്ഛനെ. അതൊന്ന് കൊണ്ടുതരാൻ കണ്ണാപ്പിയുടെ പറ്റുമോ? നീ അച്ഛനൊക്കെ അത് മാത്രം കൊണ്ടുതന്നാ മതി ഞങ്ങൾക്ക്. അത് ഞാൻ ഒരു കാര്യം പറയട്ടെ, ജീവനോടുള്ള എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ പറ്റും. അതൊക്കെ ചത്ത മണ്ണടിച്ച സുന്ദരമാണ്, എനിക്ക് അറിഞ്ഞൂടാ. ശരിയായിരിക്കും. അത് വേറൊരു കാര്യമാണ്. ആ അച്ഛ ഒരെണ്ണം ഉണ്ടാക്കിയതോടെ അതിനുശേഷം എന്താ പറയോ, അത് എങ്ങനെയാണ് ബ്രെഡുമായിട്ടാണോ? തുർക്കി ജാം എന്ന് പറഞ്ഞാൽ അതൊരു ജാമാണ്. അത് തുർക്കിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തൊരു സാധനമാണ്. ആ അത് നല്ല മധുരം അതിന്. അത് നമുക്ക് ഈ ബ്രെഡിലൊക്കെ തേച്ച് തിന്നാം. ഓ അതിനെന്ത്, അതിവിടെ സാധാരണ ജാമത്തില്ല പോരെ? ഇല്ല, അത് തുർക്കിന്ന് കൊണ്ടുവരുന്നോണ്ട് തുർക്കി ജാം അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ആ അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ, അത്രേ അതൊക്കെ ഉള്ളൂ. ഓക്കെ. ഒരു മാസത്തെ ലീവല്ലേ പോണം. അപ്പം നിങ്ങള് ആരെങ്കിലും ബാബു പോരുന്നത് അങ്ങോട്ട്, ഇവിടെ നല്ലൊരു പണി മേടിച്ചുതരാം. ഇപ്പൊ ഞാൻ അല്ല, ഇവിടെ പഴയ- സത്യം പറഞ്ഞാ ഞാൻ ഇവിടുത്തെ പണിയൊക്കെ മടുത്താണ്. ഞാൻ വരാനാ, എന്നെ കൂടെ കൊണ്ടുപോകും. അങ്ങോട്ട് വാ. എന്തിനിങ്ങനത്തെ ഈ ദാരിദ്ര്യം പിടിച്ച ഇവിടെ ഇങ്ങനെ നടക്കുന്നത്? അവിടെ വന്ന് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും, നല്ല ശമ്പളം കിട്ടും, ഫുഡ് കിട്ടും, ഈന്തപ്പന കിട്ടും, എന്ത് കിട്ടും? നല്ല പണി. ആ PL ആവുന്നുണ്ട്, PL ആവുന്നു. വാ എന്നാ നമുക്ക് അങ്ങോട്ട് പോവാ. വാ 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 ഓ വാ. ഫ്ലൈറ്റ് നമുക്ക് ഒരു മീറ്റിംഗ് കൂടെ അറ്റൻഡ് ചെയ്യാം. ദുബായിലാണെങ്കിൽ പ്രശ്നമില്ല. PL പ്രശ്നമൊന്നും ദുബായിൽ വരത്തില്ല. ഇല്ലല്ല, ദുബായിൽ പ്രശ്നമില്ല. ദുബായിൽ PL പ്രശ്നമില്ല. എന്റെ ഒരു കൂട്ടുകാരൻ അതെ പറഞ്ഞിട്ടുണ്ട്. അതെ അതെ. അതെ അതെ കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ടല്ലേ? അതെ, ഓക്കേ, അതെ. ഓക്കേ. കൂട്ടുകാരൻ ഈഗിൾ ഗെയിമിംഗ് ഉണ്ട്. പുള്ളി പറഞ്ഞിട്ടുണ്ട് PL. ഓ. അറിയാം, അറിയാം. പക്ഷെ ദുബായിലൊക്കെ ശരിക്കും കേട്ടാ, കണ്ട അച്ചുകുട്ടിയിൽ വരെ ദുബായി പോന്ന്. എന്ത് ചെയ്യാം, നമുക്ക് പോയ കാലത്ത് വില ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാത്തിനും അതിലെന്താണ് രണ്ടൊരു വണ്ടില്ലേ കയ്യിൽ ഒരു കയ്യിൽ അതിലെന്താണ് അച്ഛനൊക്കെ തിരുവനന്തപുരത്ത് കോഴിയുടെ ചന്തി പിടിച്ച് നടക്കണം കേട്ടാ. കോഴിയുടെ ചന്ത പിടിക്കുന്ന പറ്റാത്ത വലിയ സൂക്കേട് കേട്ടാ അവരൊക്കെ. എടാ എല്ലാരും വേണം, PL ഉണ്ട്, PL ഉണ്ട്. എല്ലാരും അത് അഡ്ജസ്റ്റ് ചെയ്യണം. അത്തോട്ടോ ഈഗോ ഹട്ട് കേട്ടോ, ഈഗോ ഹട്ട്. ഇന്ന് ചിലരൊക്കെ സന്തോഷത്തോടെ ഉറങ്ങും. സരക്ക് അത് പറയാനായിട്ടില്ല ഇതുവരെയാണ്. ടിവിയിലെ പുതിയ മെമ്പറിന്റെ അനൗൺസ്മെന്റിനെക്കാട്ടി സന്തോഷം ഇത് പറഞ്ഞപ്പോഴാണ്. അതെ 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 അതെ, സത്യം. ഇപ്പൊ നിന്നെ പറഞ്ഞത് പിന്നെ പറയാ മള്ളി മള്ളി, എനിക്ക് ഈഗോയ്ക്ക് കുറവില്ലേ? കുറവുണ്ട് നല്ല കുറവുണ്ട്, നല്ല കുറവുണ്ട്. നീ മരുന്ന് കഴിച്ചു തുടങ്ങിയോ? ഇപ്പൊ 3 ദിവസം ഇൻസ്റ്റന്റ് തിരിച്ചു വരാൻ പറ്റില്ല. അതാണ് അതെ അതെ അതെ, 3 ദിവസം വരത്തോണ്ട് ആ ഒരു ഫ്ലോ പോയി കേട്ടോ, പെട്ടെന്ന് ആ ഒരു ഫ്ലോ. ഇനി ഡെയിലി ഉണ്ടല്ലോ എനിക്കത്. 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 പേര്. ഇതോടെ കേട്ടില്ല. ഒരേ വാക്ക് വേണ്ടി സൂക്ഷിച്ചു. അതെ അതെ അതെ, ഇപ്പൊ ഒരു ലെവലിൽ നിക്കണം. അതങ്ങ് കീപ്പ് ചെയ്ത് പോകണം.